ഈ വീഡിയോയിൽ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ക്വിക്കായിട്ടുള്ള ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ്. ഇപ്പോൾ ഇതിനകത്ത് ആദ്യമേ അബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞ വാർഷിപ്പ് ഇറാൻ്റെ ഡ്രോൺ ആക്രമണം ഏറ്റുവാങ്ങി മുങ്ങിയിരിക്കുകയാണ് എന്നുള്ളൊരു വാർത്തയാണ് ഇറാൻ്റെ സൈഡിൽ നിന്നും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അബ്രഹാം ലിങ്കൻ എവിടെയും മുങ്ങിയിട്ടൊന്നുമില്ല, അത് അവിടെ തന്നെയാണ് ഉള്ളത്. ഈ അബ്രഹാം ലിങ്കന് മാത്രമല്ല, അമേരിക്കയുടെ ഒരു വാർഷിപ്പുകളെ പോലും, ഒരു ഡിസ്ട്രോയർ വാർഷിപ്പുകളെ പോലും ഇറാൻ്റെ ഒരു മിസൈലോ ഒരു ഡ്രോണോ ഒന്നും തന്നെ ടച്ച് ചെയ്തിട്ടില്ല. എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, യുദ്ധം തുടങ്ങുന്നതിന് 2 ദിവസത്തിന് മുമ്പ് ഇറാൻ വലിയ രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഡിസ്പ്ലേയിൽ ഒരുപാട് ഡ്രോണുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുള്ള ഒരു വീഡിയോ, അതുപോലെ തന്നെ AI വീഡിയോ ഒന്നുമില്ല, റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോ ആണ്. ഡ്രോണുകൾ ശരി അവർ പല സ്ഥലങ്ങളിലേക്കും അയക്കുന്നുണ്ട്, നമുക്ക് സമ്മതിക്കാം. പക്ഷെ അവർ വേറൊരു വീഡിയോ അവർ പ്രചരിപ്പിച്ചിരുന്നു. സ്ട്രീമർ ബോട്ടുകൾ, ചെറിയ ബോട്ടുകൾ, ഡ്രോൺ പോലെ തന്നെയുള്ള ബോട്ടുകളാണ്, ശരിക്കും വാട്ടർ കോമ്പാറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ ഇത് ഡിസ്പ്ലേ ചെയ്തിരുന്നു. അതിനകത്ത് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ അമ്യൂണീഷൻസ് ഒക്കെ വെച്ചിട്ട് ഡെറ്റനേറ്ററൊക്കെ സെറ്റ് ചെയ്ത് അത് വെള്ളത്തിൽ ചീറിപ്പാഞ്ഞ് പോയിട്ട് റിമോട്ട് കൺട്രോൾ വെച്ച് തന്നെയാണ് ആക്സസ് ചെയ്യുന്നത്. ഡ്രോൺ പോലെയുള്ള സംവിധാനം തന്നെയാണ്, പക്ഷേ വെള്ളത്തിൽ ഇത് ചീറിപ്പാഞ്ഞ് നേരെ പോയിട്ട് അമേരിക്കൻ ഡിസ്ട്രോയറുകളെയും അമേരിക്കൻ വാർഷിപ്പുകളെയൊക്കെ അറ്റാക്ക് നടത്തുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഗീർവാണമൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ ഇവരെന്താണ് ഒന്നും ചെയ്യാത്തത് എന്നുള്ള ഡൗട്ട് എനിക്കുണ്ട്. ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് വാർത്ത മാത്രം കൊടുക്കുന്നുണ്ട്. അത് IRGC റീജിയനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ തൃപ്തിപ്പെടുത്താനും അവരുടെ ഉള്ളിലേക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് മാത്രം പ്രയോഗിക്കുന്ന തന്ത്രമാണ് ഈ നറേറ്റീവ്. അബ്രഹാം ലിങ്കൻ അവിടെ തന്നെയുണ്ട്, ആക്രമണങ്ങൾ തകൃതിയായിട്ട് നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എവിടെയൊക്കെയാണ് ആക്രമണങ്ങൾ നടത്തുന്നത്, ഏതൊക്കെ ഏരിയയാണ് അമേരിക്ക ഫോക്കസ് ചെയ്യുന്നത്, ഏതൊക്കെ ഏരിയയാണ് ഇസ്രായേൽ ഫോക്കസ് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ വീഡിയോകളിൽ ഉടനീളം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇറാനെ അനുകൂലിക്കുന്നവരുണ്ടാവാം. ഈ വാർത്ത കാണുമ്പോൾ നിങ്ങൾക്ക് ഇസ്രായേലിന്റെ സൈഡും അമേരിക്കയുടെ സൈഡിലും ചേർന്ന് എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഇത് റിയാലിറ്റിയാണ്. യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇറാൻ അമേരിക്കൻ ഷിപ്പുകളെ ആക്രമിച്ചിട്ടില്ല, അതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് സത്യം. ഇതുവരെ ഞാൻ ഈ വാർത്ത എടുത്തുകൊണ്ടിരിക്കുന്ന ഈ മൊമെന്റ് വരെ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നടന്നാൽ ചൈനയും റഷ്യയും അതിനെ എടുത്തിട്ട് ആഘോഷിക്കും, അതിൽ യാതൊരു മാറ്റമില്ല. ഇവിടെ യമനികൾ എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു പോയിന്റ് ഉണ്ട്. യമനിൽ ശരിക്കും യമനി ഗവൺമെന്റിന് വേണ്ടിയിട്ട് സൗദി അറേബ്യ അവിടെ ഇറങ്ങി. അവിടെ STB എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിനെതിരെ അവിടെ ആക്രമണങ്ങൾ നടത്തി എൻറ്റയർ യമൻ മൊത്തം, ആ സുന്നി കൺട്രോളിലുള്ള യമൻ മൊത്തം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിലായിരുന്നു സൗദി അറേബ്യ. ആ ആക്രമണത്തിനിടയിൽ ഹൂത്തികൾ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തതായിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ട്. അതൊരു സൈഡിലിരിക്കട്ടെ, അത് നറേറ്റീവ് എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഹൂത്തികൾ ഇപ്പം സൗദി അറേബ്യക്കെതിരെ ആക്രമണം നടത്താൻ തയ്യാറല്ല. ഇതിന് പ്രധാനമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്ക വളരെ എഫക്റ്റീവായിട്ട് ഈ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഹൂത്തികൾ ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധത്തിലേക്ക് ഇടപെട്ടാൽ ഹൂത്തികൾക്ക് ശരിക്കുള്ള അടി കിട്ടും, അത് ഉറപ്പാണ്. അതവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുക്കിക്കൊണ്ട് ഞങ്ങൾ ഇറാനൊപ്പമാണ് എന്നൊക്കെയുള്ള പ്രസ്താവനകളൊക്കെ പുറപ്പെടുവിച്ചിട്ട് ഇങ്ങനെ മുങ്ങിയിരിക്കുന്നത്. ഇവർ മുങ്ങിയിരിക്കുന്നതിൻ്റെ അർത്ഥം ഇവർ അമേരിക്കയെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ സൗദി അറേബ്യയെ അനുകൂലിക്കുന്നുള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ടാണ് തന്ത്രപരമായിട്ട് അവർ ഒളിച്ചിരിക്കുകയാണ്. കാരണം അവർക്കറിയാം ഈ എൻറ്റയർ റീജിയനിൽ ഇതുവരെ അമേരിക്ക നടത്തിയിട്ടില്ലാത്ത രീതിയിലുള്ള ഡിപ്ലോയ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത്. ഈ സമയത്ത് ഇവർ ഏതെങ്കിലും തരത്തിൽ ഇറാനെ അനുകൂലിച്ചുകൊണ്ട് ആക്രമണങ്ങൾ നടത്തിയാൽ, മിസൈലും അത് ഇതൊക്കെ വിന്യസിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തിയാൽ ഇവരുടെ അന്ത്യമായിരിക്കും. അത് ഇവർക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവർ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഞങ്ങൾ ഇറാനൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ മുങ്ങിയിരിക്കുകയാണ്. ഇറാനിയൻ റെജീം അവകാശപ്പെടുന്നത് ഏതാണ്ട് 7 ഹെർംസ് ഡ്രോണുകളും അതുപോലെ MQ-9 റീപ്പർ ഡ്രോണുകളും അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയതായിട്ട് IRGC ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അതൊരു പക്ഷേ സത്യമാവാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം തന്നെ എളുപ്പത്തിൽ അടിച്ച് വീഴ്ത്താൻ പറ്റുന്ന ഡ്രോണുകൾ തന്നെയാണ്. പിന്നെ ഈ ഡ്രോണുകളെല്ലാം തന്നെ അങ്ങ് ലോങ് ടേം ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത്ര ലോങ് ലൈഫ് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ ഡ്രോണൊക്കെ സർവൈലൻസിന് വേണ്ടി അയക്കുന്നത്. ഇതിനെല്ലാം ഷോർട്ട് ലൈഫ് ആണെന്നുള്ളത് അമേരിക്കയ്ക്കും അറിയാം, അതേപോലെ ഇസ്രായേലിനും നന്നായിട്ട് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഡ്രോണുകളെ അവർ അകത്തേക്ക് കടത്തിവിടുന്നത്. മാക്സിമം എത്രത്തോളം ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അവർക്ക് ഇൻഫർമേഷൻ കിട്ടും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അടിച്ചു വീഴ്ത്തി എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഇതിന്റെ കോസ്റ്റാണ് അതിലുണ്ടാകുന്ന നഷ്ടം. ഇത്രയും വലിയ യുദ്ധം നടത്തുന്ന സമയത്ത് ഒരു ഡ്രോൺ ആക്രമിക്കപ്പെടുന്നതൊന്നും അത്ര വലിയ സംഗതികളല്ല. ഇറാന്റെ ആംഡ് ഫോഴ്സ് അവർ അസർബൈജാനിൽ നടത്തിയ ആക്രമണത്തെ ഡിനൈ ചെയ്തിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അസർബൈജാൻ്റെ ഉള്ളിൽ ആക്രമണം നടത്തിയിട്ടില്ല, അസർബൈജാന്റെ എയർപോർട്ടിനെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഇറാന്റെ ഉള്ളിൽ നിന്നും വരുന്നത്. പിന്നെ ആരാണ് അവിടെ ആക്രമണം നടത്തിയത്? പിന്നെ എന്തുകൊണ്ടാണ് തുർക്കിയിലെ തയ്യബ് എർദോഗൻ ഇതിനെതിരെ പ്രസ്താവന പുറപ്പെടുവിച്ചത്? എന്തുകൊണ്ടാണ് ഇറാനെ വാൺ ചെയ്തത്? ഇതിനുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ ഇറാൻ തന്നെ നൽകേണ്ടതാണ്.
യുദ്ധത്തിന്റെ സമയമാണ്, കുർദുകൾക്ക് വാണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ആക്രമണം നടത്തിയെങ്കിൽ അത് ബോൾഡായിട്ട് ഞങ്ങളാണ് ചെയ്തത് എന്ന് പറയാനുള്ള ആ ഒരു മാനസികാവസ്ഥയെങ്കിലും വേണം. ഞങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും ഈ ആക്രമണം CIA, മൊസാദ് പോലത്തെ ഏജൻസികളുടെ മേളിൽ പഴിചാരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇസ്രായേലും അമേരിക്കയും. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ വൈകാതെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ പുറത്തു വരും. അത് ഉറപ്പാണ്. ഈ ഡ്രോൺ എവിടെ നിന്ന് പോയി, എവിടെ നിന്ന് വന്നു, ഇതെല്ലാം ക്ലിയർ ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം അസർബൈജാനിൽ നടത്തിയ ആക്രമണത്തിനെ വെച്ചിട്ട് ഒരു കളി നടക്കുകയാണ്, ഒരു ഗെയിം പ്ലേ. ഇറാൻ പറയുന്നത് ഞങ്ങളല്ല, അമേരിക്ക ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുമല്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയിട്ട് ഇൻ്റലിജൻസ് ഏജൻസികളുടെ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് അസർബൈജാനെ യുദ്ധത്തിലേക്ക് വലിച്ചഴിക്കാൻ വേണ്ടിയിട്ട് ഈ കൂട്ടർ നടത്തുന്ന ആക്രമണങ്ങളായിട്ടാണ് ഇതിനെ വിലയിരുത്താനും അങ്ങനെ മാറ്റി തീർക്കാനും ശ്രമിക്കുന്നുണ്ട്. ആരാക്രമണം നടത്തി എന്നുള്ളത് 2-3 ദിവസം കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ 100 മണിക്കൂറിൽ 19ാമത്തെ മിസൈൽ വേവ് അറ്റാക്കാണ് ഇറാൻ ലോഞ്ച് ചെയ്യുന്നത്. ഇതിൽ ഖൊറബ്ഷെയർ 4 എന്ന് പറഞ്ഞ കാറ്റഗറിയുള്ള മിസൈൽ ഇസ്രായേലിനെതിരെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഹൈ സ്പീഡ് മിസൈലാണ്. ഇത്തരത്തിലുള്ള മാസീവായിട്ടുള്ള മിസൈലുകളാണ് ഇസ്രായേലിനെതിരെ ഇറാൻ ഇപ്പം ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും അണ്ടർഗ്രൗണ്ടിൽ പൂഴ്ത്തി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പുറത്ത് കൊണ്ടുവരാതെ തന്നെ അണ്ടർഗ്രൗണ്ടിലെ ഹിഡൻ പ്ലേസുകളിൽ നിന്നും ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇതൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ലോഞ്ച് പാഡുകളിൽ നിന്നാണ് ഇപ്പോഴത്തെ മിസൈലുകളൊക്കെ, ഹൈ സ്പീഡ് മിസൈലുകളൊക്കെ അവർ ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലെ ഖൊറബ്ഷെയർ മിസൈലൊക്കെ വിന്യസിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ സ്പേസിൽ കൊണ്ടുവരണം, ഒരു ലോഞ്ച് വെഹിക്കിളിൽ കൊണ്ടുവന്ന് വളരെ ഫ്രീ ആയിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ലോഞ്ച് ചെയ്യുന്നതാണ് ഇതിന് ഉചിതം. കാരണം ഈ ഫ്യൂവൽ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അതിനൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല ശരിക്കും ഓക്സിജനും കൂടി വേണം. എന്നാൽ മാത്രമേ ഇത് എഫക്റ്റീവായിട്ട് ഈ ഫ്യൂവൽ എനർജറ്റിക് ആയിട്ട് കത്തി മുകളിലോട്ട് പോകത്തുള്ളൂ. അല്ലാതെ ഇതൊരു ക്ലോസ്ഡ് സർക്കിളിൽ വെച്ചിട്ട് ലോഞ്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില മിസൈലുകൾ ഇവർക്ക് പുറത്തെടുത്തുകൊണ്ട് വന്ന് മാത്രമേ ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഇറാൻ ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറാൻ ഇന്ത്യക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക ഇറാനിയൻ ഷിപ്പ് ആക്രമിച്ചതിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷനിൽ വെച്ചിട്ട് ഇറാനിയൻ ഷിപ്പ് ആക്രമിക്കപ്പെട്ടതിൽ ഇന്ത്യ മൗനം പാലിക്കുന്നത് ശരിയല്ല, മോദി ഗവൺമെന്റിന്റെ നിലപാടുകൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇറാൻ ആദ്യമായിട്ട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്, ഓപ്പൺ സ്റ്റേറ്റ്മെന്റ്. പക്ഷേ ഇന്ത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യ പ്രതികരിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്, നിങ്ങൾ അമേരിക്കയുമായിട്ട് പലതരത്തിലുള്ള ഡിപ്ലോമാറ്റിക് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം നമുക്ക് അമേരിക്കയുമായിട്ട് താരിഫ് വിഷയത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവർ ഇടപെട്ടോ അതിനകത്ത്? പല രാജ്യങ്ങൾക്കും പലതരത്തിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉണ്ടാവും. ഇപ്പം നമുക്ക് മിഡിൽ ഈസ്റ്റുമായിട്ട് നല്ല ബന്ധമുണ്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഒരുപാട് ഇന്ത്യക്കാർ താമസിക്കുന്നുണ്ട്. ആ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ആക്രമണം ഇറാൻ നടത്തരുത് എന്നുള്ള നിലപാടാണ് ഇന്ത്യക്കുള്ളത്. അത് പറഞ്ഞാൽ ഒബേ ചെയ്യാൻ ഇറാൻ തയ്യാറാണോ? അപ്പോൾ ഇത്തരത്തിലുള്ള പല വിഷയങ്ങളുണ്ടാവും. അപ്പം ഏത് വിഷയത്തിൽ പ്രതികരിക്കണം, ഏത് വിഷയത്തിൽ പ്രതികരിക്കേണ്ട എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ താല്പര്യമാണ്, നാഷണൽ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അവിടെ കയറിയിട്ട് കമന്റ് പാസ്സാക്കിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് കമന്റ് പാസ്സാക്കാം, പബ്ലിക്കിൽ വിളിച്ചു പറഞ്ഞ് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. അതിലുപരി ഒന്നും തന്നെ ചെയ്യാനില്ല. കാരണം ഇന്ത്യക്ക് അറിയാം ഇന്ത്യയുടെ നിലപാട് എന്താണ്, ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് ഇന്ത്യക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിനനുസരിച്ചാണ് ഇന്ത്യ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ഞങ്ങളുടെ 2 പൗരന്മാരെ മാർച്ച് 3-ാം തീയതി നിങ്ങൾ അറ്റാക്ക് ചെയ്ത ടാങ്കർ ഷിപ്പിൽ നിങ്ങൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തം ആര് പറയും? അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ നിങ്ങളുടെ IRGC ഉദ്യോഗസ്ഥരെ അമേരിക്ക ഇന്ത്യൻ ഓഷനിൽ മുക്കിക്കൊന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയുടെ പ്രതികരണം? അതായിരിക്കുമല്ലോ കുറച്ചുകൂടെ നല്ലത്. ഖത്തറിന്റെ LNG സപ്ലൈ ഇതുവരെ ശരിയായിട്ടില്ല. ഖത്തർ പറഞ്ഞിരിക്കുന്നത് ഇനിയും ടൈം എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലോബൽ പ്രതിസന്ധി തന്നെയാണ് ഖത്തറിന്റെ LNG സപ്ലൈ ഇന്ററപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഗ്യാസിന്റെ പ്രൈസ്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിന്റെ പ്രൈസ് ഇപ്പോഴെങ്ങും കുറയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ യുദ്ധം എപ്പോഴവസാനിക്കുമെന്ന് ചോദിക്കുന്നവർക്ക് ഒരു ഉത്തരം ഇറാന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അതായത് ഈ യുദ്ധം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ, ഫെബ്രുവരി 28 രാവിലെ വരെ അമേരിക്കയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ഈ യുദ്ധം സംസാരത്തിലൂടെ അവസാനിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ആക്രമണം നടത്തി പരസ്പരം ആര് വിജയിക്കുന്നു എന്നുള്ള തരത്തിൽ എത്തി ആരെങ്കിലും ഒരാൾ കീഴടങ്ങിയാൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കുകയുള്ളൂ. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 21 ഹോസ്പിറ്റലുകളിലായിട്ട് 105 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്തയും കൂടി ഇറാൻ പങ്കുവെക്കുന്നുണ്ട്. ഇതുവരെ ഇറാന്റെ ഉള്ളിൽ സംഭവിച്ചിരിക്കുന്നത് ഏതാണ്ട് 1275 പേര് മരണപ്പെട്ടിട്ടുണ്ട് സോഫാർ ഈ ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ ആക്രമണത്തിന്റെ വേഗത കൂട്ടാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. എത്രയും ഫാസ്റ്റായിട്ട് ആക്രമണങ്ങൾ നടത്താൻ പറ്റുമോ അത്രത്തോളം ഫാസ്റ്റായിട്ട് നടത്തണമെന്നാണ് തീരുമാനം. ഇന്നലെ മൊത്തത്തിൽ 7 മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തത്.
അതെല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് വരുന്ന വാർത്ത. ഇറാൻ ഇസ്രായേലിന്റെ ഡിമോന എന്ന് പറഞ്ഞ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ആക്രമിക്കുമെന്നുള്ള ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ഇനി 2 ആഴ്ചയ്ക്ക് കൂടി ഇതേ ലെവലിലുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഉള്ളിൽ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ സോഫാർ ഈ ഓപ്പറേഷൻ തുടങ്ങി 100 മണിക്കൂർ പിന്നിടുമ്പോൾ ഇറാന്റെ ഉള്ളിൽ 5000 ബോംബ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 5000 ബോംബുകൾ ഇതുവരെ ഇസ്രായേൽ ഇറാന്റെ മേളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 ആഴ്ച നീണ്ടു നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഏത് വിധേനയും ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളെ തടയുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അതും ലോഞ്ചിങ് പോയിന്റിൽ വെച്ച് തന്നെ തടയാനാണ് ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇതെല്ലാം തന്നെ മേജർ ആയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് പാഡുകൾ, ബാലിസ്റ്റിക് മിസൈൽ സ്റ്റോറേജ് ഗോഡൌൺസ്, ബാലിസ്റ്റിക് മിസൈൽ മാനുഫാക്ചറിങ് യൂണിറ്റ്, ഇതൊക്കെയാണ് ടാർഗറ്റ് ചെയ്ത് ഇസ്രായേൽ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തുന്നത്. അപ്പോൾ എന്തായാലും കുറേ ഡെവലപ്മെന്റ്സുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.